Hello everyone. നമുക്കൊന്നൊരു ഫ്ലവർ ബൊക്കെ മേക്കിങ്ങിൻ്റെ വീഡിയോ നോക്കാം. അതിനായിട്ട് ഞാൻ ഫ്രഷ് ഫ്ലവേഴ്സാണ് യൂസ് ചെയ്യുന്നത്. റെഡ് കളർ റോസസും അതേപോലെ ബേബി ബ്രത്താണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിത് മോർണിംഗ് 11:30 ആയിരുന്നു റിസീവ് ചെയ്യേണ്ടത് ഈ ഒരു ഫ്ലവർ ബൊക്കെ. ഇതിനുള്ള ഫ്ലവേഴ്സ് ഞാൻ തലേന്ന് നൈറ്റ് തന്നെ ഞാൻ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മോർണിംഗ് ഇത് ഉണ്ടാക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് തന്നെ ഫ്ലവേഴ്സ് കിടക്കും. അവരുടെ റിക്വയർമെൻറ്റ് എന്തെന്ന് വെച്ചാൽ ഒരു സ്മോൾ ബൊക്കെ മതി, 3 ഫ്ലവേഴ്സ് ഇൻക്ലൂഡ് ആവുന്ന ഒരു സ്മോൾ ബൊക്കെ മതി. അവരുടെ ഇത് പ്രകാരം തന്നെ നമ്മൾ 3 റെഡ് റോസസ് വെച്ചിട്ടാണ് നമ്മൾ ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുന്നത്. ആൻഡ് ദി നെക്സ്റ്റ് ഐറ്റം ഈസ് ബൊക്കെ ഷീറ്റ്. നമ്മൾ മെയിനായിട്ട് ബൊക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബൊക്കെ ഷീറ്റ്സ്, സെല്ലോ ടേപ്പ്, അതേപോലെ സിസേഴ്സ്, ഇതൊക്കെയാണ് നമ്മളെ ബൊക്കെ ഉണ്ടാക്കാനുള്ള മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. ദെൻ നമ്മളെ ബൊക്കെ ഷീറ്റ് മിഡിലിൽ ഫോൾഡ് ചെയ്തിട്ട് നമ്മളതവിടെ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മളതിൽ കട്ട് ചെയ്തിട്ടുള്ള പോർഷൻ എടുത്തിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒരു ഷീറ്റ് വന്ന് 3 പീസസ് ആയി കിട്ടും. മറ്റേ ഷീറ്റും 3 ആയി ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ 6 പീസസ് ഓഫ് ബൊക്കെ ഷീറ്റ്സ് കിട്ടും. നമ്മൾ കട്ട് ചെയ്തിട്ട് 6 പീസായി കിട്ടും അത്. പിന്നെ നമ്മൾ ബൊക്കേൻ്റെ അടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് എക്സസൈസായി വേറെ ബൊക്കെ ഉണ്ടാക്കിയപ്പോൾ എക്സസൈസായി വന്നിട്ടുള്ള ബൊക്കെ ഷീറ്റാണ്. അതിൽ നിന്ന് ഞാൻ അതിൻ്റെ ബ്ലാക്ക് പോർഷൻ മാത്രം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 3 റെഡ് റോസസ് നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കുക. അതേപോലെ നമ്മൾ റെഡ് റോസസിൻ്റെ ചുറ്റുമായിട്ട് നമ്മൾ ബേബി ബ്രത്ത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് സെക്യൂർ ചെയ്ത് കൊടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ജസ്റ്റ് നമ്മൾ സ്മോൾ പീസസ് ഓഫ് ബേബി ബ്രത്ത് എടുത്തിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് യൂസ് ചെയ്ത് സെക്യൂർ ചെയ്ത് കൊടുക്കുക. സെയിം പ്രോസസ് അതിന് ഫുൾ റൗണ്ട് ചെയ്തിട്ട് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബൊക്കെ ഷീറ്റിൽ നിന്നിട്ട് ഇതേപോലെ ഫോൾഡ് ചെയ്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചെടുക്കാം. ഈ സെയിം പ്രോസസ്സ് നമ്മൾ 6 പേപ്പർ കട്ട് ചെയ്തുള്ള ബൊക്കെ ഷീറ്റ് അതിൽ ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഫോൾഡ് ചെയ്യുക, സെല്ലോ ടേപ്പ് ഒട്ടിക്കുക.
അതിൽ നിന്നൊരു ബൊക്കെ ഷീറ്റ് എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞതിനെക്കാട്ടിലും സുഖം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴായിരിക്കും ചെയ്യാൻ എത്രത്തോളം സുഖം ഉണ്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ ഓസി സ്പോഞ്ച് ഇല്ലേ, അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ, നിർബന്ധമൊന്നുമില്ല, വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വെച്ച് കൊടുക്കാം. ഇതൊരു മിനി ബൊക്കെ അല്ലേ വരുന്നത്, സോ ഓസി ബോർഡൊന്നും വേണമെന്ന് നിർബന്ധമില്ല. നമ്മളതെല്ലാം വലിയ ബൊക്കെയാണെന്നൊക്കെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ എന്തായാലും ഓസി ബോർഡ് വെച്ചാലേ അതിൻ്റെ ഒരു പെർഫെക്ഷനായി കിട്ടുള്ളൂ. വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ബൊക്കെ ഷീറ്റ് വെക്കുക, സെലോ ടേപ്പ് ചെയ്യുക. അതേപോലെ നമ്മൾ 6 ബൊക്കെ ഷീറ്റും അതിൻ്റെ കൂടെ ഫ്ലവേഴ്സിൻ്റെ കൂടെ സെക്യൂർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇവിടെ ഒന്ന് വോയിസ് ഓവർ കൊടുക്കാത്തത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. അത് ക്ലിയർ ചെയ്തിട്ട് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. അതേപോലെ സെയിം പ്രോസസ്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മറ്റേ ബൊക്കെ ഷീറ്റിൻ്റെ ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഓസിസ് ബോർഡ് കവർ ചെയ്യുന്ന രീതിയിൽ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം നമ്മളെ ബൊക്കേൻ്റെ ഏകദേശം പണിയൊക്കെ ഫിനിഷായി. നമ്മൾ അടിയിൽ എക്സസൈസ് വന്നിട്ടുള്ള പോർഷൻ കട്ട് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ മിഡിൽ പോർഷൻ കാണാതെക്കാൻ വേണ്ടിയിട്ടാണ്, ജസ്റ്റ് ഓസിസ് ബോർഡ് കാണാതെക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ആ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗത്ത് നമ്മൾ റിബൺ വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആൻഡ് അതേപോലെ ബോം കൂടിയും കെട്ടി കൊടുക്കുക. ഈ കാണുന്ന പോലെ ബോ ഒന്ന് കെട്ടി കൊടുക്കുക. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പം അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിൻ്റെ ബോൻ്റെ അറ്റത്ത് കട്ട് ചെയ്ത് കൊടുക്കുക. എൻ്റെ അടുത്ത് നിന്ന് ആ ലാസ്റ്റ് പോർഷൻ മിസ്സായി പോയി. സോ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.